ഇന്ന് നമ്മൾ മലയാളികൾ അധികം കേട്ട് പരിചയമില്ലാത്ത ജോർജിയയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. ഗ്രൂണി യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണിയുടെ 13ാമത്തെ ദിവസമാണ്. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ്, അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി ഒന്ന് പോയി കാണാം. കണ്ടിട്ട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം, വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഗ്രൂണി യൂണിവേഴ്സിറ്റിയും ഏകദേശം ഒരേ ലൊക്കേഷനിൽ തന്നെയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്ന സമയത്തിന് അവിടെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്, സ്നാക്സും ടീ ഒക്കെ വാങ്ങാനായിട്ടുള്ള ഒരു കഫേ. ഈ ഒരു യൂണിവേഴ്സിറ്റി ടിബ്ലിസി സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഒരു 30 മിനിറ്റ് പോകാനുണ്ട്. ഏകദേശം ഒരു ഔട്ട്സ്കേർട്ടിലാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇതിൻ്റെ മുന്നിലെത്തിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതോ ഒരു ഗ്രാമത്തിലെത്തിയ പോലെയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസ് അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തേക്കണം. പുറത്ത് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചേക്കണേ. അത്യാവശ്യം വൃത്തിയുള്ള ഒരു ക്യാമ്പസാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ അല്ലാത്ത വേറെയും കോഴ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ക്യാമ്പസാണിത്, മെഡിസിൻ്റെ മാത്രമല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി കയറിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ശരിക്കും ഗ്രൂണി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 2020-ലാണ്. ഇവിടെയും മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം കുറവാണ്, കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. ഗ്രൂണി യൂണിവേഴ്സിറ്റിന്റെ ഫീസ് 5500 USD ആണ്. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലേക്ക് കയറി. യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ ആദ്യം തന്നെ കയറി കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള പോലെ ഒരു ലോബിയാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ബീം ബാഗുകളും ടേബിളും ചെറിയൊരു മ്യൂസിക് സിസ്റ്റവും ഒരു പരിപാടി നടത്താനുള്ള ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാനങ്ങനെ അതും കണ്ട് യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുന്ന സമയത്തും ആ ഒരു ഏരിയ കാണാമായിരുന്നു. അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏത് ഫ്ലോറിൽ നിന്ന് നോക്കുന്ന സമയത്തും ആ ഒരു ഏരിയ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പല ഫ്ലോറുകളിലായിട്ട് നിന്നിട്ട് അത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളിലെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഞാനങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂമുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സ്റ്റാഫിനെ കൂടെ കൂട്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റാഫ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ ഇന്റർനാഷണൽസ് സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫാണ്. ആദ്യം ഞങ്ങൾ പോയത് ഒരു സെമിനാർ റൂമിലേക്കായിരുന്നു. ക്ലാസ് റൂമാണ്. അതായത് നമ്മൾ സാധാരണ കാണുന്നത് ബെഞ്ച് ഹൊറിസോണ്ടലി ഉള്ളതാണല്ലോ, റോ ആണല്ലോ. അതൊന്ന് മാറ്റമായിട്ട് ഒരു ഡിസ്കഷൻ ടൈപ്പ് ക്ലാസ് റൂംസ് ആണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വെച്ചാൽ കൺവീനിയൻ്റ് ഒരു ഡിസ്കഷൻ ക്ലാസ് റൂം പോലുള്ള ഒരു ഡിസൈനാണ്. ചുറ്റിലിരുന്ന് ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ട് ഡിസ്കഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ആ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത. അത് കണ്ടില്ല, അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ വേറെതാണ്. നടുവിൽ നിന്ന് ലെക്ചറിന് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ LCD സ്ക്രീനിൽ നടുവ് കൊടുത്തിട്ടുണ്ട്. അതായത് നടുവിൽ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. അതായത് പകരം നമ്മൾ ക്ലാസ് റൂംസിൽ സാധാരണ അവിടെയാണല്ലോ സ്ക്രീൻ ഉണ്ടാവുക. അതിന് പകരം നടുവിൽ സ്ക്രീൻ കൊടുത്തിട്ട് കുട്ടികൾ 4 ഭാഗത്തും ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവിടെ കാണാം. ഒരു വെറൈറ്റി ക്ലാസ് റൂം. ഗ്രൂണിയിലും ലെക്ചർ ക്ലാസ്സുകളും സെമിനാർ ക്ലാസ്സുകളാണുള്ളത്. ലെക്ചർ ക്ലാസ്സുകൾക്ക് സാധാരണ അറ്റൻഡൻസ് കമ്പൽസറി അല്ല, സെമിനാർ ക്ലാസ്സുകൾക്കാണ് അറ്റൻഡൻസ് ഉണ്ടാവാറുള്ളത്. അതുപോലെ സെമിനാർ ക്ലാസ്സുകൾക്ക് അസസ്മെൻറ്റും ഉണ്ടാവാറുണ്ട്. ഗ്രൂണി യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ വ്യത്യാസമാണ്. സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നത് പോലെയല്ല അവിടുത്തെ ക്ലാസ് റൂമുകളൊന്നും. അപ്പോൾ എല്ലാത്തിനും ഒരു ഡിസൈനിലൊരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതായത് പല രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് എല്ലാ ഡിസൈൻസും ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ നടുവിലായിട്ട് വട്ടത്തിലുള്ള ഒരു ഏരിയയിൽ അതിൻ്റെ ഒരു ഭാഗത്ത് റീഡിംഗ് റൂം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റീഡിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കോർണറിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇത് പ്രൊഫസേഴ്സ് റൂമാണ് ഇവിടെ ഉള്ളത്. എന്താണ് റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു റൂമിൻ്റെ ഒരു പ്രൊഫസേഴ്സ് റൂമിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു രസമുണ്ട്, ഒരു പ്രത്യേക ഒരു ടൈപ്പാണ്. പിന്നെ മറ്റൊരു കോർണറിലായിട്ടാണ് ബാത്റൂം ഉള്ളത്. ഇത് മൊത്തം ബിൽഡിംഗ് തന്നെ ഒരു വെറൈറ്റി ഡിസൈനാണ്. കാര്യം ഇതിൻ്റെ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻസ് നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്റ്റാർട്ടപ്പ് ഓഫീസുകൾ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു ഡിസൈനാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ മൊത്തം കാണുന്നത്. ഞങ്ങളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. ഈ ക്ലാസ് റൂമിൻ്റെ ഡിസൈനും ഇതുപോലെ തന്നെയാണ്, ഒരു മൂലക്കായിട്ടാണ്. നമ്മൾ നോർമലി കാണുന്ന ക്ലാസ് റൂമിനേക്കാളും ഒരു ഹെക്സഗണിൻ്റെ ഒരു പാർട്ട് പോലെ
പക്ഷേ കറക്റ്റായിട്ട് പ്രൊഫസറിനെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഏകദേശം 30 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെമിനാർ റൂമാണത്. സാധാരണ ലെക്ചേഴ്സാണ് മൾട്ടിപ്പിൾ ഗ്രൂപ്പിന് ഒന്നിച്ചുണ്ടാവുക. സെമിനാർ ആകുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് 30 സീറ്റ്സ് ഇനഫാണ്. ഞങ്ങളങ്ങനെ ആ ഒരു ക്ലാസ് റൂമും കണ്ട് യൂണിവേഴ്സിറ്റിയുടെ കോൺഫറൻസ് റൂം കാണാൻ വേണ്ടി പോയി. ആ കോൺഫറൻസ് റൂമിലും റൗണ്ട് ടേബിളായിരുന്നു ഉണ്ടായിരുന്നത്. ടേബിളിൻ്റെ ചുറ്റും ചെയറുകൾ വെച്ച് ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടുള്ള കോൺഫറൻസ് സെറ്റിംഗ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ക്ലാസ് റൂമുകളൊക്കെ കണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചുറ്റി നടന്ന് ഞാൻ നേരെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലേക്ക് പോയി. യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ അത്യാവശ്യം ബുക്കുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ MBBS മാത്രമല്ല മറ്റു പല കോഴ്സുകളും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബുക്സ് കൂടെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ലൈബ്രറിയും കണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൂണി യൂണിവേഴ്സിറ്റിയിൽ കാണാനുള്ളത്. ഇവിടെ അധികം മലയാളികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റിയിലൊന്നും നോക്കിയില്ല, ജസ്റ്റ് കണ്ടിറങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുക. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.